കുഞ്ഞാ ഡ്രമ്മിൽ പ്ലാവ് നട്ടാലോ? നടാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? സ്ഥലപരിമിതി ഉള്ളവർക്ക് അടിപൊളിയായിട്ട് ഡ്രമ്മിൽ പ്ലാവ് നട്ട് അടിപൊളിയായി അതിനെ കായ്പിച്ച് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ചെറിയ തൈനെ ആദ്യം തന്നെ ഡ്രമ്മിൽ കൊണ്ടുപോയി നടുകയല്ല ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിനെ നടാൻ പോകുന്നത്. ഇപ്പോൾ ചെറിയ തൈ ആയതുകൊണ്ട് ഇതിന് നമ്മളൊരു 18 സൈസുള്ള കവറിലേക്കാണ് ഇതിന് നടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വൈകിക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ കവറിൽ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി മേൽമണ്ണാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ മണ്ണിനെടുത്ത് ഇവിടെ കൊട്ടാം. നമ്മൾ മണ്ണ് ഇവിടെ ഇങ്ങനെ കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന വളം ഇതിൽ നമ്മൾ വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, ആട്ടും കാഷ്ടം ഒക്കെ മിക്സ് ചെയ്ത് വെച്ചൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ചങ്ങോട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. നമുക്കിതിനങ്ങോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അടിപൊളി ആയിട്ട് ചെടികൾ വളരാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. നമ്മൾ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. കുറച്ചും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് മതിയാവും. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞനും എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കല്ലൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്ന് കല്ലൊക്കെ മാറ്റി നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മണ്ണുകൊണ്ടാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. ഈ കവറിലേക്ക് ഈ മണ്ണ് പകുതിയോളം ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞനും ഇത് നിറയ്ക്കാൻ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നിറയ്ക്ക്. കൊച്ചി ഇത് നിറയ്ക്കോ? മണ്ണെടുത്തിട്. മതി അത്രയും മതി. മതിയായി. അങ്ങോട്ട് കീറിയെടുക്കാം. കൈ കൊണ്ട് കീറാവുന്നേ ഉള്ളൂ. നല്ല കവറിലൂടെ കീറി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് എത്ര അധികം വേരുകളാണല്ലേ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ വേര് ഇനിയും വളരും. അതിനോടൊപ്പം തന്നെ ഈ തൈയും ഒരുപാടധികം വളരുന്നതായിരിക്കും. നമുക്ക് ഇതിനെ ഈ 18 സൈസ് കവറിലേക്ക് അങ്ങോട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഈ കവറിന് ഇവിടെ വെച്ചിട്ട് എന്നിട്ട് മണ്ണ് കോരി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കൊച്ചിനെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യാം. അത് പിടിക്ക്. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ മണ്ണ് എല്ലാ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇവിടെ ഇട്. കുറച്ചും കൂടെ മണ്ണ് ഇട്ട് കൊടുക്കണം. നല്ല സെറ്റാക്കി നിരപ്പാക്കി കൊടുക്കണം. അതൊക്കെ ഇവിടെയൊക്കെ ഇട് കേട്ടാ. ഇവിടെ ഇട്, ഈ സൈഡിലൊക്കെ ഇട്. അവിടെ മാത്രമല്ല എല്ലാവിടെയും മണ്ണിടണം കൊച്ച്. മതി കുഞ്ഞു സാർ. നമ്മൾ ഈ ബഡിൻ്റെ 1 ഇഞ്ച് താഴെ വരെ മാത്രമേ മണ്ണ് ഇടാൻ പാടുള്ളൂ. ഈ കിടക്കുന്ന മണ്ണ് ഫുള്ള് വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ്. അപ്പോൾ നമ്മുടെ നടീൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ തൈ നമ്മൾ ഈ കവറിലേക്ക് നട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ സേഫായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം. ഏകദേശം ഒരു 4 സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് ഇതിനൊരു ഡ്രമ്മിലേക്കൊക്കെ നടാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേജ് ആവുകയുള്ളൂ. ഇപ്പം നമുക്ക് ഇതിനെ ആ ഒരു വെയിലുള്ള സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നനച്ചും കൊടുക്കണം. നമുക്ക് ആദ്യം ഇതിനവിടെ കൊണ്ടുവയ്ക്കാം.
ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ നട്ട ജമന്തിയാണ്. ഈ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ റംബുട്ടാനാണ്. ഇത് ഓർമ്മയുണ്ടോ? ഇതാണ് അന്നാണ് നമ്മൾ ട്രെയിൻ ചെയ്ത പേര. ഇവിടെ ഇരിക്കുന്നത് ഫുള്ള് എൻ്റെ ചെടികളാണ്. ഇതാ അതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരാളും കൂടെ വന്നു. ആദ്യമായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുപോയി ഒഴിക്കാറ്, സൈഡിലേക്കൊക്കെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതാ ഒഴിച്ചു. ഇനി നമുക്കില്ലേ ഇതിൻ്റെ ഈ ഇലകളിലേക്കൊക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കണം. കുഞ്ഞൂസിനും വെള്ളം ഒഴിക്കണം എന്നൊരാഗ്രഹം. ഒഴിക്കുക, ഇപ്പോഴൊഴിക്കുക. അയ്യോ അങ്ങനെ ഒഴിക്കണ്ട, കുറച്ച് സൈഡ് താഴെ ഒഴിച്ചു. ആ ഒഴിച്ചതൊക്കെ മതി. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നനച്ചും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.